സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഇന്നും ഡോക്ടർമാർ ഒ.പി. ബഹിഷ്കരിച്ചു. KGMCT ആഹ്വാനം ചെയ്ത സമരത്തിൽ അടിയന്തര ചികിത്സ ഒഴികെ ബാക്കി എല്ലാ സേവനങ്ങളും ബഹിഷ്കരിച്ചാണ് പ്രതിഷേധം. അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കുക, ശമ്പള പരിഷ്കരണം, ക്ഷാമബത്ത കുടിശ്ശിക വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് സമരം. കഴിഞ്ഞ 3 ആഴ്ചയിലും ഓരോ ദിവസം വീതം സീനിയർ ഡോക്ടർമാർ ഒ.പി. ബഹിഷ്കരിച്ചിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ആരോഗ്യ വകുപ്പുമായി നടന്ന ചർച്ച പരാജയപ്പെട്ടതോടുകൂടിയാണ് സമരം തുടരുവാൻ ഡോക്ടർമാർ തീരുമാനിച്ചത്. പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം ആരോഗ്യവകുപ്പ് മാത്രം തീരുമാനിച്ചാൽ പോരാ, ധനവകുപ്പിൻ്റെ കൂടെ പെർമിഷൻ, ഒരു കൺകറൻസ് വേണമെന്നുള്ളതുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ധനകാര്യ വകുപ്പ് മന്ത്രി തലത്തിലുള്ള ഒരു മിനിറ്റഡ് മീറ്റിംഗ് ആയിരുന്നു. ആ ഒരു ഉറപ്പ് കൂടെ കിട്ടാത്ത സാഹചര്യത്തിലാണ് മുൻപേ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു സമരം കുറച്ചുകൂടെ കടുപ്പിച്ച് ഒ.പി. ബഹിഷ്കരണത്തോടൊപ്പം വിദ്യാർത്ഥികൾക്കുള്ള തിയറി ക്ലാസ്, പ്രാക്ടിക്കൽ എല്ലാ അധ്യയനങ്ങളും, അതേപോലെ എമർജൻസി ഒഴിച്ചിട്ടുള്ള ശസ്ത്രക്രിയയും ബാക്കി എല്ലാ സേവനങ്ങളും നിർത്തിവെക്കുന്ന തരത്തിലേക്ക് എത്തിച്ചത്. ഒ.പി. പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ ജൂനിയർ ഡോക്ടർമാരുടെ സേവനം മെഡിക്കൽ കോളേജുകളിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. സീനിയർ ഡോക്ടർമാരുടെ സേവനം റെഫർ ചെയ്തെത്തിയ രോഗികൾക്ക് ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. അതാണ് നമ്മുടെ രോഗികൾക്ക് വളരെ പ്രയാസങ്ങളാണിത് ഇങ്ങനെ ആകുന്നത്. അതിന് സർക്കാർ മുൻകൈ എടുക്കണം. ഒ.പി. കാട്ടാനും എത്തിയത് ഇവിടുന്ന് സമരം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ നേടിയിരിക്കുകയാണ്. ഇത്തരത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ഈ ഒ.പി. ബഹിഷ്കരണം രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ജിജേഷിനൊപ്പം ഗോപിക അരവിന്ദ്, മീഡിയ 1, കോഴിക്കോട്.